കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടുകഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡയറക്ടറോട് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഭായ്, നിങ്ങളിത് ഏത് കേരളത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? ഈ കേരളം ഈ ഭൂപടത്തിൽ എവിടെയുള്ളതെന്ന് പറഞ്ഞിടാവോ? ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നത്. എന്നിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത് എന്താണ്? ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് തിരികെ കയറ്റുന്ന മറ്റുള്ള ആൾക്കാർ. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കണോ അതോ നിങ്ങളെ വിരക്കേടോ ഓർത്ത് കരയണോ എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള തീവ്ര മുസ്ലിം വിരുദ്ധത കുറച്ച് കടുപ്പാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അതിന് ഇത്രക്ക് നിലവാരമില്ലാത്ത സീനുകൾ പഠിച്ചു വിടണോ? മിസ്റ്റർ ഡയറക്ടർ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കേരളത്തിലേക്ക് പോവുക. എന്നിട്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ ചായക്കടകളിലും മാർക്കറ്റുകളിലും കോളേജുകളിലൊക്കെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ അറിയാം ഇവിടുത്തെ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത്. ജാതിയും മതവും നോക്കാണ്ട് ഒരേ പദത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുള്ള നാടാണിത്. അവിടെയാണ് നിങ്ങൾ ഈ ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കോമഡി കാണിക്കുന്നത്. പച്ചക്ക് വിദ്വേഷം പറയുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കിയ ഈ നാടകം കണ്ട നിങ്ങളെപ്പോലെ മുസ്ലിം വിരുദ്ധത കൊണ്ട് നടക്കുന്നവർ പോലും നിങ്ങളെ പുച്ഛിച്ചുള്ളൂ. കാരണം പറയുന്ന കള്ളങ്ങൾക്കും കുറച്ച് അന്തസ്സൊക്കെ വേണ്ടേ? വിവരമുള്ള ആരെങ്കിലും ഈ സിനിമ വിശ്വസിക്കൂ? പഴയ 32,000 കഥ കോടതിയിലെത്തിയപ്പോൾ 3 കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നിട്ടും പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഭാരതത്തെ മുഴുവൻ ഏതോ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. നാണമാവുന്നില്ലേ? സത്യത്തിൽ കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ഇങ്ങനെ അപമാനിക്കാൻ മാത്രം ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു സംസ്ഥാനത്തെയും അവിടുത്തെ സംസ്കാരത്തെയും ഇങ്ങനെ വികൃതമായി ചിത്രീകരിക്കുന്നതല്ല കല. ഇതിന് പറയുന്ന പേര് വേറെയാണ്. ആ പേര് ഞാൻ പറയുന്നില്ല. ഇനി ഈ സിനിമ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിഭജനമാണെങ്കിൽ അത് ഈ മണ്ണിൽ നടക്കില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ നന്നായി അറിയാം. ട്രെയിലറിൽ കണ്ട ബീഫ് സീൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. ഇനിയും ഈ തള്ളലുകൾ തുടരാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, പോയി പണി നോക്ക് പോയി. എന്താണ് ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യും.